എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് മംഗലാപുരത്താണ്. ഇവിടെ ഗഞ്ചിമെഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഐമാസ് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഇവിടെ റൈസ് പൗഡർ യൂണിറ്റും അതേപോലെ ഒരു സ്പൈസസ് പ്രൊഡക്ഷൻ യൂണിറ്റും ആണ് ഉള്ളത്. ഐമാസ് ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ഓണറാണ്. മാഡത്തിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് സുഷ്മ എന്നാണ്. ഞങ്ങളിവിടെ കേരളത്തിൽ നിന്ന് ഇവിടെ ഒന്ന് സെറ്റിൽ ആയതാണ്. മസാലയിൽ ഒരു 48+ പ്രോഡക്ട്സ് ഉണ്ട്. ഇവിടെ സ്പൈസസിന്റെ കാര്യങ്ങളിൽ പറഞ്ഞല്ലോ, നമുക്ക് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ഒന്ന് കാണാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റോസ്റ്റ് ചെയ്യുവാണ്. എന്തിനാ റോസ്റ്റ് ചെയ്യണേ? പ്രോപ്പർ ആയിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് മാറ്റം കണ്ടിട്ടുള്ളത്? ഇപ്പൊ റോസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയതായിട്ട് അതിന്റെ ഓയിൽ ഇങ്ങനെ പുറത്ത് വരും. അന്നേരമാണ് അതിന് ഇച്ചിരി ടേസ്റ്റ് കൂടുന്നത്. അതിന് വേണ്ടിയാണ് ഞങ്ങൾ റോസ്റ്റ് ചെയ്യുന്നത്. അതും കറക്റ്റ് അളവിൽ തന്നെ റോസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോയാൽ അതിന്റെ ടേസ്റ്റ് വ്യത്യാസമാവും. എത്ര നേരം റോസ്റ്റ് ചെയ്യും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ബിരിയാണി മസാല? ഇത് ഞങ്ങളൊരു ഏകദേശം ഒരു 1/2 മണിക്കൂർ. ബേസിക്കലി അപ്പൊ ഈ സ്പൈസസ് ഒക്കെ എവിടുന്ന സോഴ്സ് ചെയ്യണേ? കാർഡമം ഒക്കെ ഞങ്ങള് കൂർഗിനും ബ്ലാക്ക് പെപ്പറിൽ ഇവിടെ നമ്മുടെ മാംഗ്ലൂർ എറൗണ്ട് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഈ നല്ല മണം വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ ഹോൾ പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്പെൻഡ് ഉപയോഗിക്കുന്നില്ല? ഇല്ല 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 ഇല്ല. ഓക്കെ, ഈ മംഗലാപുരം ബേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് സോഴ്സിംഗ് ഒക്കെ വളരെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. നമുക്ക് ഡയറക്റ്റ് കർഷകരുടെ അടുത്ത് പോയി നമുക്ക് മേടിക്കാൻ പറ്റും. ഇപ്പൊ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും മൊത്തം നമ്മുടെ? ഇത് ഇപ്പൊ ഈ സ്പൈസസ് മാത്രം 35 kg ഉണ്ട്. ഇപ്പൊ ഡ്രം റോസ്റ്ററിൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എന്താണ് വരുന്നത്? ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പൊടിക്കുന്ന മെഷീനിലോട്ട് ഇടും. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ സ്പൈസസ് എല്ലാം ഇപ്പൊ പൊടിച്ചു കഴിഞ്ഞു. ഇവിടെ നോക്കാം, നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. കണ്ടോ, കലരും അതുപോലെ നല്ല മണമാണ്, മനസ്സിലാവുമായിരിക്കുമല്ലോ. ഓക്കെ, ഇനി അടുത്ത പ്രോസസ് എന്താണ്? ഇനി ഇത് ഇപ്പം സ്പൈസസ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നെക്സ്റ്റ് ബ്ലെൻഡറിലോട്ട് ഇട്ട് ബ്ലെൻഡ് ചെയ്യാനുണ്ട്. നമ്മുടെ മുളക് പൊടി അല്ലാത്ത വേറെ സ്പൈസസ് ഒക്കെ ഞങ്ങൾ ഉപ്പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആ റേഷ്യോയില് പ്രോപ്പർ ആയിട്ട് ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് പ്രോപ്പർ ആയിട്ട് ബാക്കി മിക്സിംഗ് കഴിയുമ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ വരുന്നുണ്ടോ? അതെ, ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ലാസ്റ്റ് പാക്കിംഗ് സ്റ്റേജിലോട്ട് പോകണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിലാണ് നമ്മുടെ 40-50 പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ഇതിൽ തന്നെയാണ് പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോ എന്ത് പ്രൊഡക്റ്റ് ആണ്? ഇതിപ്പോ ചിക്കൻ സുക്ക എന്ന് പറയും. ഇതൊരു 10 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ഇപ്പൊ നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് ലിജു സാറാണ് നമ്മുടെ റൈസ് പൗഡറിന്റെ പ്ലാന്റ് നേതൃത്വം വഹിക്കണേ. ഞാനിവിടെ തന്നെ കർണാടകത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു ആളാണ്. സാർ, എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ഫുഡിന്റെ മേഖലയിലോട്ട് വരാനുള്ള ഒരു കാരണം ഉണ്ടായത്? എങ്ങനെയാണ്? ഞങ്ങൾ ആൾക്കാർക്ക് നല്ല ആഹാരം കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റേ ഉള്ളൂ. ഞാനും വൈഫും കൂടെ അത് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളൂ. കർണാടകയിലായതുകൊണ്ട് ഇവിടെ എല്ലാം സ്പൈസസും ഈ അരിയൊക്കെ ഇവിടെ ഒത്തിരി ചീപ്പായിട്ട് കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെ പ്ലാന്റ് തുടങ്ങിയത്. ഞങ്ങൾക്ക് ഇവിടെ സോനാ മസൂരി എന്നുള്ള അരി ഒത്തിരി കിട്ടുന്നത് കൊണ്ട് പുട്ടൊക്കെ ഞങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള പുട്ടുണ്ടാക്കാൻ ഞങ്ങൾക്ക് ഇവിടുന്ന് പറ്റുന്നുണ്ട്. മുളക് ഏറ്റവും കൂടുതൽ ബാഡഗിൽ സ്ഥലമാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ സെയിലുള്ള സ്ഥലമാണ്. സാർ അവിടെ തന്നെ എടുക്കുന്നത്, അവിടെ തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ചീപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും, സാധനം കിട്ടും. അത് നാട്ടിലേക്ക് കൊടുക്കുന്നുണ്ടോ സാർ? നാട്ടിലേക്ക് കൊണ്ട് തൃശ്ശൂരിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടറെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടുണ്ട്. സാറാസായിട്ട് എങ്ങനെ ഇടപെട്ടിട്ടുള്ളത്? സാറാസ് നല്ല സപ്പോർട്ടാണ്. അവരുടെ മെഷീനെല്ലാം ഉപയോഗിച്ചേക്കുന്നത്. അവർ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണോ നമ്മുടെ ഐമാസിന്റെ പ്രൊഡക്ട്സുകൾ വരുന്നത്? ഇതല്ല നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇതൊക്കെയാണ്. ഓക്കെ, നമുക്കിതൊരു കോർണറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പുട്ടുപൊടി. ഇത് ഞങ്ങളുടെ ദോശപ്പൊടി, ദോശപ്പൊടി നല്ല സെയിലുള്ള ഒരു സാധനം ഇത്. പിന്നെ ഇത് ഡബിൾ റോസ്റ്റഡ് റാഗി പൗഡറാണ്. ഓക്കെ, ഇത് ഇടിയപ്പം അപ്പവും ഒക്കെ ആയിട്ടുള്ള പൊടിയാണ്. ചില്ലി പൗഡർ, ജീര പൗഡർ, ഇത് ടർമറിക്, വൈറ്റ് പെപ്പർ എന്ന് പറയും. വൈറ്റ് പെപ്പർ ഈ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സാധനം. ഇത് സൂപ്പർ ചിക്കൻ മസാല. ഇത് A1 കാശ്മീരി ചില്ലി. ഞങ്ങൾ A1 ചില്ലി എന്നാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇത് ഗരം മസാല, തണ്ടൂരി മസാല. ഇത് കൂർഗ് മസാല എന്ന് പറയും. കൂർഗ് സ്റ്റൈൽ മസാലയാണ്. വെജ് പുലാവ് എന്ന് പറയും. ചിക്കൻ പുളിമുഞ്ചി ഇവിടുത്തെ മസാല, മംഗലാപുരം ബേസുള്ള. ഇത് എഗ് മസാല. ഇത്
ചില്ലി ചിക്കൻ, ഇത് സബ്സി മസാല, ഈ നോർത്ത് ഇന്ത്യൻസിന് വേണ്ടി, നോർത്ത് ഇന്ത്യൻസ് ഈ ജോലിക്കാർക്ക് വേണ്ടിയുള്ള ഒരു മസാലയാണ്. ഇത് ഫിഷ് മസാല പൗഡർ, ഫിഷ് കറി ഇവിടുത്തെ. ഇത് ചിക്കൻ സുക്ക എന്ന് പറയും, ഇത് ഇവിടുത്തെ പൗഡർ, മാംഗ്ലൂരിൻ്റെ ഒരു ഡിഷാണ്. ഇത് എഗ് റൈസ് പൗഡർ, രസം പൗഡർ, കൊറിയൻഡർ, സാമ്പാറിനകത്ത് ഞങ്ങൾ കേരള സാമ്പാറുണ്ട്, ഉടുപ്പി സാമ്പാറുണ്ട്, 2 ടൈപ്പ് സാമ്പാറുണ്ട്. മധുരമുള്ള ടൈപ്പ് ഉണ്ട്, കായുള്ള ടൈപ്പ് ഉണ്ട്. ഇത് ചാറ്റ് മസാല എന്ന് പറയും. ഇത് ഈ സ്വീറ്റ്സിനൊക്കെ ഇടാൻ വേണ്ടി, ഫ്രൂട്ട്സിന് ഇടാൻ വേണ്ടിയുള്ള ഒരു മസാലയാണ്. ഇത് ഫിഷ് ഫ്രൈ, ചിക്കൻ കബാബ്, അതായത് ചിക്കൻ ഫ്രൈ ചെയ്തത്, ഫ്രൈ മസാല. ഇത് ചിക്കൻ മസാല. ഇത് ചിക്കൻ ഗ്രീൻ പറയും, ഇത് ഫിഷ് വെളുമഞ്ചി, ഇവിടുത്തെ മാംഗ്ലൂരിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇത് ഇവിടുത്തെ ഞങ്ങൾ ഫലൂഡയ്ക്കകത്ത് സ്ട്രോബെറി ഉണ്ട്, റോസ് ഉണ്ട്, പിന്നെ പിസ്ത ഉണ്ട്. ഇത് കസ്റ്റർഡ് പൗഡർ. ഇത് ഞങ്ങളുടെ ഇതാണ്, എന്താ വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പെറ്റ് ബോട്ടിലാണ്. ഇത് പാക്കറ്റാ. ഇത്രയും പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യുന്നതാണ് ഇവിടെ. പ്ലസ് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്. സന്തോഷം പ്ലാന്റും ഇത്രയധികം പ്രൊഡക്ട്സ് കണ്ടതിലും. അപ്പൊ ഇനി കൂടുതൽ നമുക്ക് പ്രൊഡക്റ്റുകൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ, കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാറാസിന് ഞങ്ങളുടെ താങ്ക്സ്. സാറാസിന്റെ മിഷനറിക്കും സാറാസിന് ചെയ്ത എഫർട്ടിനും താങ്ക്സ്. സന്തോഷം. ഞങ്ങളുടെ സൈഡിന് താങ്ക്സ്. സന്തോഷം.